ഇത്രയും ദിവസം മനുഷ്യരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഉപകരണങ്ങൾ വെച്ചാണ് ഈ വീടിന്റെയൊക്കെ മേൽക്കൂര മുറിച്ചു മാറ്റിക്കൊണ്ടിരുന്നത്. അത് പ്രയാസകരമായ ഒരു ദൗത്യമായിരുന്നു. ഇന്ന് അല്പം കൂടി കാര്യക്ഷമമായി അല്ലെങ്കിൽ ഈ തെരച്ചിലിന് വേഗത കൈവരിക്കില്ലേ രാഗിൻ? ഇന്ന് കുറെ കൂടി തെരച്ചിലിന് വേഗത കൈവരിക്കും. കാരണം ബെയിലി പാലം ഉൾപ്പെടെ സജ്ജമായിട്ടുണ്ട്. അങ്ങോട്ടുള്ള കണക്ടിവിറ്റി ഇപ്പോൾ ക്ലിയറായി കഴിഞ്ഞിരിക്കുന്നു. വാഹനങ്ങൾക്കും ഒക്കെ തന്നെ അങ്ങോട്ട് പോകാനുള്ള ഒരു കാര്യമുണ്ടാകും ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മുണ്ടക്കൈ മേഖലയിലാണ് ഇനി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നടത്തേണ്ടത്. പക്ഷേ അവിടെ കഴിഞ്ഞ ദിവസം തന്നെ തെരച്ചിലും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തിയിരുന്നു. അവിടെ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് അല്ലെങ്കിൽ പറയുന്ന സ്ഥലത്ത് തിരയുമ്പോൾ കാര്യമായിട്ടുള്ള മണ്ണിനടിയിൽ കുടുങ്ങിയവരെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ള ഒരു കാര്യം ഉണ്ട്. അത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അതിന് കാരണമായി പറയുന്നത് ഈ വെള്ളം കുത്തിയൊലിച്ചെത്തിയപ്പോൾ അത് പലരെയും താഴേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് തിരയുമ്പോൾ കാര്യമായി ഒന്നും തന്നെ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാകുന്നില്ല എന്നൊരു കാര്യവും പറയുന്നുണ്ട്. എന്തായാലും എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് സൈന്യവും അതോടൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരും മറ്റ് വിവിധ ആളുകളും ഒക്കെ തന്നെ ഈ ഒരു ക്രമീകരണം നടത്തി പോകുന്നുണ്ട്. ബെയിലി പാലം ഇപ്പോൾ സജ്ജമാണ്. അവിടെ ഇതിനപ്പുറത്താണ് മുണ്ടക്കൈ എന്ന് പറഞ്ഞ പ്രദേശം. ഉരുൾപൊട്ടി ആദ്യം എത്തിയത് മുണ്ടക്കൈയിലേക്കും അതിനുശേഷം ഇങ്ങോട്ട് ഇതായി നിൽക്കുന്ന ചൂരൽമല പ്രദേശത്തേക്കുമാണ്. എന്തായാലും ഈ ദുരന്തത്തിൽ വിക്ടിംസ് ആയിട്ടുള്ളവരെ തിരഞ്ഞ് കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ ഇന്നും തുടരും. കൂടുതൽ വാഹനങ്ങൾക്കും മറ്റ് ഒക്കെ ഇങ്ങോട്ട് പോകാനുള്ള അവസരവും ഉണ്ടാകും. അവിടെ എത്തി തെരച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുകയും ചെയ്യാം. അതിനു മുകളിലും ഈ ഇത്തരത്തിൽ അതായത് മുണ്ടക്കൈക്ക് തൊട്ടു മുകളിലുള്ള ഭാഗത്തും ഏകദേശം ഒരു 70-ഓളം വീടുകൾ മണ്ണിനടിയിലായിട്ടുണ്ട്. അവിടെയും തെരച്ചിൽ നടത്തണം. പക്ഷേ ഈ സംഭവം ഉണ്ടാകുമ്പോൾ പലരും തൊട്ടടുത്തുള്ള റിസോർട്ടുകളിലേക്കും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കുമൊക്കെ മാറിപ്പോയിട്ടുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ അത്തരത്തിൽ അവിടെയുള്ള തെരച്ചിൽ കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങളും എങ്ങനെയെന്ന് കണ്ടറിയണം. പക്ഷേ ഇത് ഒരു ചെറിയ ഏരിയ അല്ല, വലിയ ഒരു ഏരിയയാണ്. അതുകൊണ്ട് തെരച്ചിൽ എങ്ങനെ വേണം എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിലും ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഇന്നലെ നമ്മൾ പോകുമ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള തെരച്ചിലിൽ ഒരു മൃതദേഹമാണ് ആ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയത്. പക്ഷേ പലരും ഇന്ന സ്ഥലത്ത് ഇത്ര ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ തെരഞ്ഞു നോക്കുന്ന സമയത്ത് കാര്യമായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാകുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നോക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ മഴയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളും രാവിലെ കാണുന്നില്ല. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ആർത്തലച്ചു പെയ്ത മഴ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൽ ഈ ദൗത്യത്തിന് ഒരു പ്രതിസന്ധി തീർത്തിരുന്നു. കനത്ത മഴ കഴിഞ്ഞ വൈകിട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുന്ന സ്ഥിതിയും ഉണ്ടായി ഒരു 3-3:15 അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് ഇന്ന് പോകുമോ എന്നറിയില്ല. എന്തായാലും രാവിലെ അത്തരത്തിൽ മഴയോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. അങ്ങനെയെങ്കിൽ സുഗമമായി തന്നെ കുറെ കൂടി കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയും. ശരി, എന്തായാലും ഇപ്പോൾ സമയം 5:30 ഏറ്റവും ആശ്വാസം ഇപ്പോൾ ഈ സമയത്ത് മഴ മാറി നിൽക്കുന്നുണ്ട്. ഇന്നലെ കനത്ത മഴ ഇടയ്ക്ക് പെയ്യുന്നുണ്ടായിരുന്നു. അത് ബെയിലി പാലത്തിന്റെ നിർമ്മാണത്തിനെ അടക്കം ബാധിച്ചിരുന്നു. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ അത് ചൂരൽമലയിൽ നിന്നാണ്. ഇവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ ഈ രക്ഷാപ്രവർത്തകരും സൈന്യവും ഒക്കെ NDRFും ഒക്കെ മറുകരയിലേക്ക് അതായത് മുണ്ടക്കൈയിലേക്ക് പോകും. ഞാൻ കമലിലേക്ക് കൂടി പോവുകയാണ്. കമൽ ബെയിലി പാലത്തിന് തൊട്ടടുത്താണ് നിൽക്കുന്നത്. കമൽ, ഇപ്പോൾ വെളിച്ചം വീണ് തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ എന്നാലും പോലീസും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ എനിക്ക് തോന്നുന്നു ആ ഭാഗത്തേക്ക്, കമൽ നിൽക്കുന്ന ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. ആര്യ, പോലീസും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും പാല നിർമ്മാണം പൂർത്തിയായതുകൊണ്ട് തന്നെ ഇന്ന് മുണ്ടക്കൈയിലേക്കായിരിക്കും കൂടുതൽ തെരച്ചിൽ കേന്ദ്രീകരിക്കുക. പക്ഷേ ആര്യ, മറ്റൊന്നുണ്ട്, എല്ലാ സ്ഥലത്തും ഇപ്പോൾ നമ്മൾ തെരച്ചിൽ നടത്തിയെന്ന് പറയുന്നത് ഇന്നലെ, ഞാനത് പറയാൻ കാരണം ഇന്നലെ ചൂരൽമലയിൽ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ചൂരൽമല ടൗണിന് ഒരു കടയുടെ പിൻവശത്ത് നിന്ന് ഇന്നലെ 2 മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഓരോ സ്ഥലത്തും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ നിന്ന് കണ്ടെടുക്കുന്ന സാഹചര്യം ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റുകൾ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ മാത്രം കൊണ്ട് കാര്യം പൂർത്തിയാകുമോ എന്ന് പറയാനാകില്ല. കാരണം ഈ ഒഴുക്കിൽപ്പെട്ട് പലയിടത്തായി ആളുകൾ ഒഴുകി പോയിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലത്ത് നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ വില്ലേജ് ഓഫീസ് പരിസരം, വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരത്ത് വലിയ രീതിയിൽ തടിയും പാറക്കഷ്ണങ്ങളും കൂടിക്കിടക്കുകയാണ്. ആ സ്ഥലത്ത് കൂടുതൽ യന്ത്രങ്ങൾ ആവശ്യമുണ്ട് എന്ന് ഇന്നലെ റവന്യൂ മന്ത്രി തന്നെ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. കാരണം ഇന്നലെ കുറെ തടിയൊക്കെ മാറ്റി തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ അത് മതിയാകില്ല. അത്രയും കൂടുതൽ അവിടെയാണ് ഈ പാറയും വലിയ മരങ്ങളുമൊക്കെ വന്ന് അടിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് അവിടെ
കൂടുതൽ JCBയും ഹിറ്റാച്ചിയും എത്തിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, അവിടെ അത്തരത്തിൽ ഒരുപാട് വാഹനങ്ങൾ എത്തിക്കാനും ഉള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുമുണ്ട്. എന്താണെങ്കിലും അവിടെ ഇന്ന് കൂടുതൽ ശ്രദ്ധ വേണ്ടി വരുമെന്ന ഇന്നലെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഒക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇന്ന് കൂടുതൽ വാഹനങ്ങൾ ഈ യന്ത്രസാമഗ്രികൾ അങ്ങോട്ട് എത്തും എന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെയാണ് വെള്ളാർമല സ്കൂൾ പരിസരം. ആദ്യ ദിവസം നമ്മൾ അവിടെ നിന്നായിരുന്നു ലൈവൊക്കെ ചെയ്തിരുന്നത്. ആ സ്കൂൾ പരിസരത്ത് നിന്ന് അന്ന് കുറേ മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു. വലിയ ജനവാസ മേഖലയാണ് ആര്യ. നമ്മൾ ഇന്നലെ ആ ഒരു പഴയ വീഡിയോ കാണിച്ചിരുന്നു. വെള്ളാർമല സ്കൂളിന്റെ ഇപ്പോഴത്തെയും കുറച്ചു ദിവസങ്ങൾ മുൻപുള്ള വീഡിയോയും. അതിൽ ആ വീടുകൾ കാണുമ്പോൾ നമുക്കറിയാം അത്രയും ജനസാന്ദ്രതയുള്ള, അത്രയും വീടുകൾ അടുത്തടുത്ത് ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന ഒരു മേഖലയായിരുന്നു ആ വെള്ളാർമല സ്കൂളിന്റെ അരികിലൂടെ കടന്നു പോകുന്ന റോഡ്. കുറേയധികം പുറകോട്ട് പോയി. ആ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വീടുകൾ നാശനഷ്ടമുണ്ടായത് നമ്മൾ ആദ്യ ദിവസങ്ങളിലൊക്കെ കണ്ടത്. പിന്നീടാണ് മുണ്ടക്കയിലേക്ക് നമ്മൾ പോകുന്നത്. ആ ചുരൽമലയിലെ ആ ജനവാസ മേഖലയിൽ ഇനിയും തെരച്ചിൽ നടത്തേണ്ടതുണ്ടോ, അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടോ? എന്തായാലും സൈന്യം ഇന്നലെ വ്യക്തമാക്കിയത് ഇനിയും ആരെയും ജീവനോടെ കണ്ടെത്താനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ്. ഇന്നലെയും അത്തരത്തിലുള്ള ഒരു കണ്ടെത്തലുണ്ടായത് വനം വകുപ്പ് നടത്തിയ തെരച്ചിലാണ്. അത് ആദിവാസി മേഖലയിൽ നിന്നുള്ളവർ ഈ ദുരന്തം സാഹചര്യത്തിൽ കാട്ടിലേക്കൊക്കെ മാറി പോയവരും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയവരും അങ്ങനെയുള്ളവരെയൊക്കെയാണ് ഇന്നലെ കണ്ടെത്തിയത്. അതല്ലാതെ ഈ ദുരന്ത ഭൂമിയിൽ ഇനി ആരെങ്കിലും ജീവനോടെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് ഇന്നലെ സൈനിക വൃത്തങ്ങൾ തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി മണ്ണിനടിയിലായി പോയ ആളുകൾ അവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുക എന്നുള്ളതാണ് മുണ്ടക്കയിലായാലും ചുരൽമലയിലായാലും ഒക്കെ നടക്കാനുള്ളത്. എന്തായാലും കൂടുതൽ വ്യക്തമായ ഒരു പ്ലാനോട് കൂടെയുള്ള തെരച്ചിൽ, അത് ഏകോപിപ്പിച്ച് കൊണ്ടുള്ള നടപടികളായിരിക്കും ഇന്ന് ഉണ്ടാവുക. ആര്യ, തീർച്ചയായും നമ്മളിങ്ങനെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ മരണസംഖ്യ അത് 300, അതായത് 299 മൃതദേഹങ്ങളാണ് ഇതുവരെ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇനിയും ഏകദേശം 200ഓളം പേരെ കണ്ടെത്താനുണ്ട്. അതായത് അത് വലിയൊരു ആശങ്കയായി ഈ ഘട്ടത്തിലും നിലനിൽക്കുകയാണ്.